നമസ്കാരം. യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടറി ജനറൽ പോസ്റ്റിൽ മത്സരിച്ച് പരാജയപ്പെട്ട ശശി തരൂരിനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച ഒരു പരിചയം പോലുമില്ലാതെയാണ് സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും ഒരുമിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അതിനുശേഷം അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയുടെ ലോക്സഭാ മെമ്പർ ആക്കിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ ലേബലിൽ 4 തവണ ലോക്സഭാ മെമ്പറായ അദ്ദേഹം കോൺഗ്രസിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനവും നടത്താതെയാണ് കോൺഗ്രസ് പാർട്ടിയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി രാഷ്ട്രീയമായി വളരെയധികം കഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നമനത്തിനു വേണ്ടി രാപ്പകൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകരും നേതാക്കന്മാരുമാണ് കോൺഗ്രസ് പാർട്ടിയുടെ ജീവവായു. അല്ലാതെ വെറും പ്രസംഗങ്ങളിലും എഴുത്തുകളിലും ലോകം മുഴുവൻ ചുറ്റുന്നതിലും മാത്രം സമയം ചെലവഴിച്ച് കൊണ്ടിരിക്കുന്ന ശശി തരൂറല്ല കോൺഗ്രസിൻ്റെ യഥാർത്ഥ നേതാവ്. തിരുവനന്തപുരത്ത് ശശി തരൂറിന് സ്വന്തമായ ഗ്രാസ് റൂട്ട് ലെവൽ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ 16,077 വോട്ടിന് മാത്രം ഭൂരിപക്ഷത്തിന് രാജീവ് ചന്ദ്രശേഖറിന് എതിരെ കഷ്ടിച്ച് ജയിച്ചത്. അങ്ങനെയുള്ള ശശി തരൂർ ഇപ്പോൾ ഞാൻ മറ്റു പാർട്ടിയിലേക്ക് പോകും എന്ന് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ശശി തരൂർ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പോയാൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ അടിത്തറയ്ക്ക് യാതൊരു ഇളക്കവും സംഭവിക്കില്ല. അധികാരക്കൊതി മൂത്തുകൊണ്ട് ശശി തരൂർ BJP-യിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞാൽ BJP ശശി തരൂറിനെ കറിവേപ്പില പോലെ വലിച്ചെറിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസിൽ നിന്നും മുമ്പ് BJP-യിലേക്ക് ചേക്കേറിയ പല കോൺഗ്രസ് നേതാക്കന്മാരും ഇപ്പോൾ BJP-യിൽ ഗതികിട്ട പ്രേതങ്ങളെപ്പോലെ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.